ഇന്ന് രാവിലെ തന്നെ അരേക്കൂന്റെ പെങ്ങളെ പിറകെ ചില ആൾക്കാര് മണപ്പിച്ച് നടക്കണ കണ്ടല്ല. ആര്? ഇവനാ? നിനക്ക് ഉറപ്പാണ്ടില്ലടപ്പേ? അത് വെറുതെ അത് ആ സഹിച്ചേട്ടൻ്റെ കട അപ്പുറത്തെ ആ വഴിയുണ്ടല്ലോ, അതിലേ ഞാൻ പോവായിരുന്നു. അപ്പം അവൾ ഒറ്റക്ക് നടന്നു വരുന്നു. എന്നിട്ട് എന്ത് ഞാൻ അവളോട് പറഞ്ഞു എന്ത് ഐ ലവ് യു. എന്നിട്ട് അവൾ മെല്ലെ മുഖമുയർത്തി വിടർന്ന നയനങ്ങളാൽ എന്നെ നോക്കി. ആഹാ, എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്ത് ആ പേട്ട പിണ തലേന്നാത്തി പോയി. അവള് നടന്നോണാക്കി നിന്നെ തിരിഞ്ഞൊന്ന് നോക്കിയാ? ഹാ നോക്കി. അളിയാ നിനക്കപ്പ റൂട്ട് ചാലായടാ. പിന്നെ മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പൊ ഇതും കൂട്ടി 6ാമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നീ എന്തിട്ടാ ആലോചിക്കണേ? ഇത്രയും നാളവളെ പാഞ്ചാലിന്ന് വിളിക്കായിരുന്നു. ഇനിയിപ്പോ ഇതൊന്നും രഘു അറിയണ്ടട്ടാ. ഏയ്, അന്നത്തെ കുത്തിവസിപ്പിട്ട് പിന്നെ അവനൊന്നും ഒതുങ്ങി. പിന്നെ സ്വന്തം പെങ്ങളുടെ വരുമ്പോ ഇതൊന്നും ഉണ്ടാവൂലട്ടാ. പേടിപ്പിക്കലടാ. തനിക്കൊരെണ്ണില്ലേ? അത് പോരെ? ആ ഇതാ പറഞ്ഞത് ശരിയാണ്. ഡാ ഞാൻ കഴിഞ്ഞ ലീവിന് നാട്ടിൽ വന്നപ്പോ നീ ഇവനും അവളെ നോക്കിയല്ലടാ, എന്നിട്ടാണാ നീയൊക്കെ ഈ സംസാരിക്കുന്നത്? കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് 7ാമത്തെ സീറ്റിന് വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്താലോ? അടുത്ത മാസം ഞാൻ ലീവ് കഴിഞ്ഞ് പോവും, അപ്പൊ നീ എടുത്തോ. താങ്ക്സ് അച്ഛാ. ചേട്ടാ, ചേട്ടന്റെ കഴിയുമ്പോ ഒരു ചാൻസ് എനിക്ക് തരുമോ? ഒന്ന് പോയാടാ അവിടുന്ന്. ഹലോ, ആ പറഞ്ഞോളൂ. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ കുറെ വിളിച്ചിരുന്നു. നീ നമ്മുടെ കുട്ടൂനെ കണ്ട? അത്രയുണ്ടാ കുട്ടു, നീ ആ രഘുവിന്റെ പെങ്ങളോട് വല്ലതും പറഞ്ഞിരുന്ന? ആ നിന്നോട് എന്നെ നമ്പർ ചോദിച്ചല്ലേ അവള്? ആ, അവളെ വീട്ടിൽ ഒച്ചയും ബഹളം കേട്ട് ചെന്നതാ. രഘു അവളെ പിടിച്ചിട്ട് തല്ലുണ്ടായിരുന്നു. രഘു വന്നാ ഇന്നലെ വൈകിട്ട് അവള് പറയണ്ടായിരുന്നല്ല നിനക്ക് അവളെ ഇഷ്ടാണോന്നാ, നിന്നെ മാത്രം കെട്ടുള്ളൂന്നാ. എന്നിട്ട് കൊച്ചി കള്ളാ കോളടിച്ചിട്ടാ. എന്നിട്ടെന്താ, അവൻ നിന്റെ വീട്ടിൽ പോയിണ്ട് കല്യാണം ആലോചിക്കാൻ. കിളിപ്പോയി കിളിപ്പോയി.